ദൈവമേ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു, ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുന്നു. ഞങ്ങൾ അങ്ങയുടെ നാമം വിളിച്ചപേക്ഷിക്കുകയും അങ്ങയുടെ അത്ഭുത പ്രവർത്തികളെ പ്രകീർത്തിക്കുകയും ചെയ്യുന്നു. മൃതവശമിഷയ്ക്ക് സ്തുതി. ഗുഡ് മോർണിംഗ് എവ്രിബഡി. ഇന്ന് ഒരു സൺഡേ ആണ്. ഞാൻ ഒത്തിരി നാളെ വ്ളോഗ് ചെയ്തിട്ട്, അപ്പോൾ പെട്ടെന്നെന്തോ എനിക്ക് ഇന്നൊരു ചെറിയൊരു അപ്ഡേറ്റ് വീഡിയോ ഇടാൻ തോന്നി. എ സൺഡേ ഇൻ മൈ ലൈഫ് മേ ബി. രാവിലെ തന്നെ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്, ഞാൻ തമ്പുരാന് നന്ദി പറയുന്ന ഒരു കാര്യമാണ്. ഹി ഈസ് ഗിവിങ് മീ, താങ്ക്സ് ടു ഗോഡ്, സം ടൈം ടു സ്പെൻഡ് വിത്ത് ഹിം. ലൈക്ക് ഒരു മേ ബി ഹാഫ് ആൻ അവർ, സംടൈംസ് 25 minutes, ചിലപ്പോൾ അതിൽ കൂടുതൽ. ഐ സിറ്റ് ഹിയർ കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഇപ്പം എൻ്റെ ടൈം കഴിഞ്ഞു കേട്ടോ. ലൈക്ക് ഐ ഓൾറെഡി ഡ്രാങ്ക് മൈ ടീ. പിന്നെ അതുപോലെ തന്നെ ഇതെൻ്റെ ഒരു തിരി കത്തിച്ച് വയ്ക്കും. ആൻഡ് ഐ റീഡ് മൈ ബൈബിൾ ആൻഡ് ഐ റൈറ്റ് മൈ ഫേവറേറ്റ് ബൈബിൾ വേഴ്സസ്. അത് ഞാൻ ചെയ്യുന്നത്. ഞാനിവിടെ കാനഡയിൽ വന്നിട്ട് ഇതുവരെ ഇത്രയും ഒരു കാഠിന്യമുള്ള അല്ലെങ്കിൽ ഇത്രയും തീവ്രമായിട്ടുള്ളൊരു വിൻ്റർ സ്നോഫോളൊന്നും ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. ദിസ് ഈസ് ദ ഫസ്റ്റ് ടൈം എവർ. ആൻഡ് ദിസ് ഈസ് ദ ഫസ്റ്റ് ടൈം എവർ. ആദ്യമായിട്ടാണ് ഞാൻ വിൻ്റർ ഇത്രയും ഇഷ്ടപ്പെടാൻ തുടങ്ങിയത് കേട്ടോ. അത് കഴിഞ്ഞ് നോക്കുകയാണെങ്കിൽ പ്രിപ്പയറിങ് ഫോർ മൈ കാറ്റഗിസം ക്ലാസ്. ഞാൻ grade 7 ആണ് എടുക്കുന്നത്. കഴിഞ്ഞ വർഷമൊക്കെ grade 7 തന്നെയായിരുന്നു. ഓൾറെഡി നമ്മൾ എടുക്കുന്ന ക്ലാസ് ആയതുകൊണ്ട് നമുക്ക് കൂടുതൽ പ്രിപ്പറേഷൻസിൻ്റെ ആവശ്യമില്ല. എന്നാൽ പോലും റിഫ്രഷ് ചെയ്തിട്ടാണ്, അല്ലെങ്കിൽ വായിച്ച് നോക്കിയിട്ട്, അല്ലെങ്കിൽ ഒന്ന് നോക്കാതെ ഞാൻ ഒരിക്കലും കാറ്റഗിസം ക്ലാസ്സിന് പോകാറില്ല. താങ്ക്സ് ടു ഗോഡ്. അടുത്തൊരു കാര്യം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നത്, ഇന്ന് കുമ്പസാരിക്കണം എന്ന് ഒരു വിചാരമുണ്ട്. അപ്പോൾ കുമ്പസാരത്തിന് ഒരുങ്ങുക എന്നുള്ളതാണ് ഇപ്പോൾ അടുത്തായിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. കാനഡയിൽ വന്ന ശേഷം തൊട്ടിട്ട് ഐ തിങ്ക് ഇവിടെ ഒരു സിസ്റ്റർ ഉണ്ടായിരുന്നു, സിസ്റ്റർ ജസ്റ്റിൻ പറഞ്ഞതാണ് കേട്ടോ. ലൈക്ക് അപ്പം തൊട്ടിട്ട് ഞാൻ കൺഫ്യസ് ചെയ്യാൻ പോകാൻ നേരത്തെ ഇങ്ങനെ ഒരു പ്രോപ്പർ എക്സാമിനേഷൻ ഓഫ് കൺസൈൻസ്, ഈ ക്വസ്റ്റ്യൻസ് നോക്കിയിട്ട് ഞാനിങ്ങനെ ഒരു പേപ്പറിൽ എഴുതും. ലൈക്ക് യുനോ എൻ്റെ പാപങ്ങൾ ഓരോന്ന് എഴുതിയിട്ട്, ലൈക്ക് ഈ ലിസ്റ്റ് ഞാൻ മാത്രമേ കാണത്തുള്ളൂ. കയ്യിലിത് പിടിച്ചുകൊണ്ട് പോയിട്ട് ഞാൻ കൺഫ്യസ് ചെയ്യുന്നത്. നാട്ടിൽ വെച്ച് അങ്ങനെയല്ല, അത് സ്പോണ്ടേനിയസ് കൺഫെഷൻസ് ആയിരുന്നു. പക്ഷേ ദിസ് വൺ സീംസ് ടു മേക്ക് മോർ സെൻസ് ടു മീ, സോ ഐ ആം ഡൂയിങ് ഇറ്റ്. അപ്പോൾ ലെറ്റ് us pack my പള്ളി ബാഗ് അല്ലെങ്കിൽ സൺഡേ ബാഗ് പാക്ക് ചെയ്യാല്ലേ. അപ്പോൾ ഞാൻ എൻ്റെ ബൈബിള് എപ്പോഴും കൊണ്ടുപോകാറുണ്ട്. ഞാൻ ഇത് കുർബാന സ്വീകരിച്ച ശേഷം ബൈബിൾ വായിക്കും. പിന്നെ എൻ്റെ കാറ്റഗിസം ടെക്സ്റ്റ് ബുക്ക്, ഇതിലെൻ്റെ കുർബാന കൺഫെഷൻ്റെ നോട്ടാണ് ഉള്ളത്. ഒരു കുപ്പി വെള്ളം, ഒരു പേഴ്സ്, അത്രയേ ഉള്ളൂ. കാണിക്കാൻ പറഞ്ഞു. പിന്നെ ഞാൻ ഈ ഒരു വെയിൽ എൻ്റെ ബാഗിലും സൺഡേ ബാഗിൽ എപ്പോഴും ഉണ്ടാവും. ചിലപ്പോൾ കൊന്തയായിരിക്കും, ചിലപ്പോൾ ഡ്രസ്സിൻ്റെ തന്നെ ഷോളായിരിക്കും യൂസ് ചെയ്യുക. പക്ഷേ എങ്ങനെ അതില്ലെങ്കിൽ പിന്നെ എൻ്റെ കൊന്തയും, ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട കൊന്തയാണ് കേട്ടോ. ഇത് മദർ തെരേസയുടെ കൊൽക്കട്ടയിലെ ആശ്രമത്തിൽ നിന്ന് ഞാൻ പഠിപ്പിക്കുന്ന ഒരു കുട്ടിയുടെ അമ്മ എനിക്ക് തന്നതാണ്. താങ്ക് യു ജീസസ്. This is my cute planner of the year, undated ആണ്, which I love. So what I wanted to show is I had written confess before Feb 28th, so I have to do it this week. Otherwise ഈ ആഴ്ച തീർന്നുമില്ലേ. കുളിക്കാൻ പോവാണ് and eventually getting ready. അപ്പം പിന്നെ ഞാൻ റെഡിയായി തുടങ്ങുകയാണ് പള്ളിയിൽ പോകാൻ വേണ്ടിയിട്ട്. practice करते
I want an iced mocha latte and 10-pack assorted Timbits, please. Sorry, you want a mocha latte, right? Iced mocha latte, yeah. Mocha latte, what size? A medium, please. Medium. Sorry, what was the other thing? 10 timbits? Yeah, assorted. Sure. Anything else? No, thank you. That's it for today. Thank you. അപ്പോൾ എൻ്റെ ടിം ഹോട്ടൻസ് കോഫി പള്ളി കഴിഞ്ഞിട്ട് ഈവനിങ് ആണ്. എന്നാലും ഞാൻ ഒരു ടിം ഹോട്ടൻസ് കോഫി എനിക്ക് വേണ്ടി വാങ്ങിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇനി നമ്മൾ നേരെ വീട്ടിലോട്ട് പോവാണ്. പെട്ടെന്ന് ഒരു ഡിന്നർ എത്രയും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുമോ അത്രയും പെട്ടെന്ന് ഉണ്ടാക്കണം എന്ന് വിചാരിക്കുന്നത്. ബിക്കോസ് ഓൾറെഡി ലേറ്റാണ്. അഫ്ഗാനി ചിക്കൻ മാരിനേഷൻ സൂപ്പർ ക്വിക്ക്. എനിക്ക് അധികം നേരം മാരിനേറ്റ് ചെയ്ത് വെക്കാനുള്ള സമയമില്ല. നേരെ ഉണ്ടാക്കാൻ വേണ്ടി പോവാണ്. അതുപോലെ ക്വിക്കായിട്ടുള്ളൊരു റൈസും ഒരു യെല്ലോ റൈസ്, നമ്മുടെ നോർമലി ഗ്രീക്ക് റൈസ് ഒക്കെ കിട്ടൂലേ സൂലാക്കി ബോൾസിൻ്റെ ഒക്കെ കൂടെ. എക്സാക്ട്ലി സെയിം റെസിപ്പി അല്ല, ബട്ട് വിത്ത് വാട്ട് ഐ ഹാവ്. ഷാലോ ഫ്രൈ ചെയ്യാനുള്ള ഫുൾ പേഷ്യൻസ് ഉണ്ടായിരുന്നില്ല, ബിക്കോസ് ഐ എം ഓൾറെഡി റണ്ണിങ് ലേറ്റ്. എന്നിട്ട് ഈ ഗ്രേവി തിക്കൻ ചെയ്യുമ്പോൾ നമ്മൾ ആഡ് ചെയ്യും. ലാസ്റ്റ് കുറച്ച് ക്രീം ആഡ് ചെയ്തിട്ട് നിർത്താം. സോ ഡിന്നർ റെഡിയായി. ഇവിടെ ഫൈറ്റാണ്, എല്ലാവരെയും വിളിച്ചിരുത്തി ഇനി ഇതാ കഴിക്കാൻ പോവാണ്. സിമ്പിളായിട്ടുള്ള അഫ്ഗാനി ചിക്കനും ഒരു റൈസും. സോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ചെറിയ വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ്. എ സൺഡേ ഇൻ മൈ ലൈഫ്. എല്ലാവർക്കും ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീണ്ടും എപ്പോഴെങ്കിലുമൊക്കെ കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ. പീസ് ബി വിത്ത് യു, അന്ന.